നമസ്കാരം. സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമാണ് കൃഷ്ണകുമാറിന്റെ മകളും ഇൻഫ്ലുവൻസറുമായ ദിയ കൃഷ്ണ. സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായ താരപുത്രി ഇടയ്ക്കിടെ വിമർശനങ്ങൾ ചെന്ന് ചാടാറുമുണ്ട്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് താൻ ഗർഭിണിയാണെന്നുള്ള വിവരം താരപുത്രി പങ്കുവച്ചത്. താൻ ഗർഭിണിയാണെന്നും എല്ലാം രഹസ്യമായി സൂക്ഷിച്ചത് 3-ാം മാസത്തെ സ്കാനിംഗ് കഴിയുന്നതിന് വേണ്ടിയായിരുന്നുവെന്നുമാണ് പ്രഗ്നൻസി റിവീലിംഗ് പോസ്റ്റിൽ ദിയ കുറിച്ചത്. ഇപ്പോൾ തന്റെ ഗർഭകാലം ആഘോഷമാക്കി മാറ്റുകയാണ് ദിയ. ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉള്ളതുകൊണ്ട് കൂടുതൽ സമയം ദിയ സ്വന്തം വീട്ടിലാണ്. നേരത്തെ അമ്മയും സഹോദരിമാരും എല്ലാം തനിക്ക് സഹായവുമായി നിൽക്കാറുണ്ടെന്ന് ദിയ പറഞ്ഞിരുന്നു. ഇപ്പോഴത്തെ അമ്മയുമായി ഇനി യാതൊരു ബന്ധവുമില്ലെന്ന് പറഞ്ഞ് ഇൻസ്റ്റാഗ്രാമിലൂടെ സ്റ്റോറിയായി ദിയ പങ്കുവച്ച വീഡിയോ ആണ് ഇപ്പോൾ വൈറലാകുന്നത്. അത്രയ്ക്കേ ഉള്ളൂ നമ്മൾ തമ്മിൽ, വിളിക്കേണ്ട എന്നെ അങ്ങനെ. ഞാൻ നിങ്ങളുടെ ആരാണെന്നാ ചോദിച്ചത്. ആരുമല്ല 3 വട്ടം ആരുമല്ല എന്നാണ് അമ്മ സിന്ധു കൃഷ്ണയെ ടാഗ് ചെയ്തുകൊണ്ട് ദിയ പറയുന്നത്. രാപ്പകൽ എന്ന സിനിമയിൽ മമ്മൂട്ടി അമ്മയോട് പറയുന്ന ഇമോഷണൽ ഡയലോഗാണിത്. അമ്മയോട് കപ്പ് ഐസ്ക്രീം വാങ്ങിക്കൊണ്ടുവരാൻ പറഞ്ഞിട്ട് അത് ചെയ്തില്ലെന്നാണ് ദിയ പറയുന്നത്. ഇതോടെ എല്ലാ ബന്ധവും അവസാനിപ്പിച്ചെന്നാണ് ദിയ തമാശ രൂപേണ പറയുന്നത്. ഗർഭിണിയായതിനു ശേഷം പ്രത്യേകമായിട്ടുള്ള ഭക്ഷണം കഴിക്കാനുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാവാറുണ്ട്. അത്തരത്തിൽ ചാമ്പക്ക തിന്നാനുള്ള കൊതിയെക്കുറിച്ച് ദിയ പറഞ്ഞിരുന്നു. ഇപ്പോൾ ഐസ്ക്രീം തിന്നാനൊരു മോഹം വന്നു. എന്നാൽ അത് നടക്കാതെ വന്നതിന്റെ പരിഭവമാണ് ദിയ പങ്കുവച്ചത്. അതേസമയം അടുത്തിടെ ഒരു വീഡിയോയിൽ അശ്വിൻ പറഞ്ഞ വാക്കുകളും വൈറലായിരുന്നു. ആ ഫ്ളാറ്റിലെ 4 ചുവരിൽ മാത്രമായിരുന്നു ജീവിതം. പുള്ളിക്കാരിക്ക് എന്റെ മണം പറ്റത്തില്ല. ഞാൻ അടുത്ത് വരുന്നത് ഇഷ്ടമല്ല. ഞാൻ എപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പെർഫ്യൂം ഇഷ്ടമല്ല. ഞാൻ കെട്ടിപ്പിടിക്കുന്നത് ഇഷ്ടമല്ല. അങ്ങനെ കുറേ മണങ്ങളൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. തുടക്കത്തിൽ ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. നീ ഒരു കാര്യം ചെയ്യും, വീട്ടിലേക്ക് പോയിക്കോളൂ, അവിടുത്തെ ഫുഡൊക്കെ ഇഷ്ടമാവും. കരിവാട് ഡെയിലി വേണമെന്ന് പറഞ്ഞു. ഞാൻ എവിടെ പോകാനാണ് അതിന്? അവിടെ ഉണ്ടാവുമ്പോൾ ആഗ്രഹിക്കുന്നതെല്ലാം എത്തിച്ചു തരാനും ആളുണ്ടല്ലോ എന്നും പറഞ്ഞിരുന്നതായി അശ്വിൻ പറയുന്നു. ആപ്പിൾ കഴിക്കുമായിരുന്നു, അതും വൊമിറ്റ് ചെയ്ത് പോകുമായിരുന്നു. വെള്ളം കുടിക്കില്ലായിരുന്നു. ആദ്യം ഛർദി വന്നത് പല്ല് തേക്കുമ്പോഴായിരുന്നു. അതോടെ ട്രോമയായി. വഴക്ക് പറഞ്ഞാലൊക്കെയാണ് വെള്ളം കുടിക്കുന്നത്. വെള്ളം കുടിച്ചില്ലെങ്കിൽ നീ ചത്തുപോകുമെന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞ് ഞങ്ങൾ അടിയായിട്ടുണ്ട്. പിന്നെ വൊമിറ്റിംഗ് കുറഞ്ഞു വരികയായിരുന്നു. ഞാൻ പ്രിപ്പയർഡ് ആയിരുന്നില്ല പ്രഗ്നൻസിക്ക്. ഓരോരുത്തർക്കും ഓരോ പോലെയാണ്. എരിവുള്ള സാധനം കഴിക്കുമ്പോൾ നെഞ്ചരിച്ചിലും ഗ്യാസും മോർണിംഗ് സിക്നസ് എന്നല്ല, രാവിലെ മുതൽ രാത്രി വരെ ഉണ്ടായിരുന്നുവെന്ന് ദിയ പറയുമ്പോൾ എനിക്കും ഇതൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് അമ്മ സിന്ധു കൃഷ്ണ വീഡിയോയിൽ പറഞ്ഞത്. മൂഡ് സ്വിങ്സ് ഉണ്ടായിരുന്നു എനിക്ക്. എല്ലാ ദിവസവും ഞാൻ കരയുമായിരുന്നു. എനിക്കിത് പറ്റില്ലെന്ന് പറഞ്ഞായിരുന്നു കരച്ചിൽ. ഞങ്ങൾ സംസാരിക്കുന്നതിനിടയിൽ ഞാൻ കരയുമായിരുന്നു. എനിക്ക് പഴയ ലൈഫ് മതിയെന്ന് പറഞ്ഞായിരുന്നു കരച്ചിൽ. ഒരാഴ്ച കൂടി ക്ഷമിക്കുമെന്നാണ് അശ്വിൻ പറയാറുള്ളത്. എൻ്റെ ബിസിനസ്സൊക്കെ സ്റ്റക്കായി കിടക്കുകയായിരുന്നു. ഇനി എന്ത് ചെയ്യുമെന്നറിയാത്ത അവസ്ഥയായിരുന്നു. ലോക്ക്ഡൌണിനേക്കാളും വലിയ ലോക്കായിരുന്നു എനിക്ക്. പുറത്തേക്കൊന്നും പോകാൻ പോലും പറ്റുന്നില്ലായിരുന്നു. 3 മാസം കഴിഞ്ഞപ്പോഴാണ് എല്ലാം എൻജോയ് ചെയ്ത് തുടങ്ങിയതെന്നും ദിയ പറഞ്ഞിരുന്നു.